ഇതെന്താണെന്നറിയോ? മുള്ളാത്ത മുള്ളൻ ചക്ക എന്നൊക്കെ പറയും. ഞങ്ങളിവിടെ മുള്ളൻ ചക്ക എന്ന് പറയുക, കണ്ണൂരൊക്കെ മുള്ളാത്ത എന്ന് പറയുക. പിന്നെ ഇതൊരുപാട് മെഡിസിൻ വാല്യൂ ഉള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. എന്തൊക്കെ നല്ല ഗുണങ്ങളൊക്കെ പറയുന്ന കേൾക്കാം. അത് സയൻറ്റിഫിക്കായിട്ട് അങ്ങനെ തെളിയിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ ഇതൊരു നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ചെറിയ മാമാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചെറുതാണ്, നല്ല വലുതാണ്. കണ്ണൂരൊക്കെ ഞങ്ങൾക്ക് പ്രതിവട്ടം കൊടുന്നതിൽ ഞങ്ങൾ അവിടെ താമസിക്കുന്ന വീട്ടിൽ നല്ല വലുതാണ് ഉണ്ടായിരുന്നത്. ഇത് അത്ര വലിപ്പമില്ല. പിന്നെ ഇതിൻ്റെ തൈയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, കറിവേപ്പിൻ്റെ ഒരു ബക്കറ്റിൽ. എന്നിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും കൊടുത്തിരുന്നു അത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. കുറേ പേര് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഫ്രൂട്ടും നമ്മൾ വീട്ടിലുണ്ടാവണം അല്ലേ? എനിക്കങ്ങനെയാണ്. നമ്മൾ കഴിക്കൂല എന്നല്ല, പക്ഷേ എല്ലാം നമ്മൾ വീട്ടിലുണ്ടാവണം എന്നുള്ള ഒരു ഇതാണ് എനിക്ക്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ. പഴുത്ത പോലെ ഉണ്ട്, എന്താ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അറിയില്ല. അത് പഴുത്ത് ഇന്നും കൂടെ മുറിച്ചിട്ടില്ല, ഇത് ചീഞ്ഞിട്ടുണ്ടാവും കേട്ടോ. നമ്മളെ ഈനാമ്പഴമൊക്കെ അല്ലേ എന്തായാലും പറയാം, സുൽത്താൻ പഴം എന്നൊക്കെ പറയും കണ്ണൂർ. ഈനാമ്പഴത്തിൻ്റെ ഒക്കെ ഒരു മോഡൽ തന്നെയാണത്. ഞാൻ കഴിക്കാറുണ്ട്, എനിക്കിഷ്ടം. അതൊരു പുളിയും മധുരം കൂടെ ചേർന്നതാണ് ഇതിൻ്റെത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, എനിക്കിഷ്ടമാണ്. കുഴപ്പമില്ല. ഒരു കഷ്ണം അവർക്ക് കൊടുക്കാം, ഒരു കഷ്ണം പകുതി എനിക്കെടുക്കാം. എനിക്കിഷ്ടമുണ്ടെങ്കിൽ കഴിക്കട്ടെ. പിന്നെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. കണ്ടോ, ഇതാണിത്. ഇതിന് മുള്ളാത്തെന്ന് പറയുന്നത്, മുള്ളൻ ചക്ക എന്ന് വേറെ പേരുകൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. മുള്ള് ഇങ്ങനെ കുത്തുന്ന മുള്ളൊന്നുമല്ല കേട്ടോ, മുള്ളിങ്ങനെ മുള്ളുണ്ടെന്നേ ഉള്ളൂ. കണ്ടോ? എന്നാൽ ശരി, ബൈ.